സഖാവ് കുഞ്ഞികൃഷ്ണൻ, സഖാവ് എന്ന പേര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും സഖാവ് എന്ന് പേരിടാം, അല്ലെ പറയാം. സഖാവായിരുന്നല്ലോ 50 വർഷം. താങ്കൾ എന്തിനുള്ള പുറപ്പാടാണ്? താങ്കൾ വിചാരിച്ചാൽ എത്ര അഴുക്കുണ്ടെങ്കിലും, എത്ര കുറഞ്ഞ അഴുക്കായാലും കൂടിയ അഴുക്കായാലും അഴിമതിയായാലും മുഴുവൻ താങ്കൾക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുമോ കേരളത്തിലെ CPM-നെ? അഴുക്കുണ്ടെങ്കിൽ താങ്കൾ പറയുന്നുണ്ട്, ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, താങ്കൾ പറയുന്നതാണ്. ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുമോ താങ്കൾ വിചാരിച്ചാൽ? എത്രയോ ആളുകൾ ഇതിനകത്ത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇതൊരു നൈരന്തര്യമല്ലേ? പാർട്ടി എന്നൊക്കെ പറയണത് അത് അങ്ങനെ ഒരു നൈരന്തര്യമായി പോകുന്നൊരു പരിപാടിയാണ്. അവിടെ താങ്കൾ അകത്തൊരു കലാപം ഉണ്ടാക്കി, കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിക്കകത്ത് ആത്മപരിശോധനയും സ്വയം വിമർശനവും ആത്മവിമർശനവും കൂടെ ഉള്ളവരെ വിമർശിക്കലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. അതാണ് മാർക്സിസം ലെനിനിസത്തിൻ്റെ തിയറി തന്നെ. ലെനിനിസ്റ്റ് ആശയത്തിൻ്റെ ഏറ്റവും വലിയ തിയറിയെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വയം വിമർശനവും ആത്മപരിശോധനയും കൂടെ ഉള്ളവർ വിമർശിക്കലും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് താങ്കൾ ചെയ്തു, എന്നിട്ട് താങ്കൾക്ക് റിസൾട്ട് കിട്ടിയില്ല, മനസ്സിലാവും. താങ്കൾ പുറത്ത് പറഞ്ഞു, അതും മനസ്സിലാവും. ഏഷ്യാനെറ്റ് ചാനലിൽ തന്നെ താങ്കൾ ഇന്റർവ്യൂ കൊടുക്കുമെന്ന് പറഞ്ഞു, അതും മനസ്സിലായി. ഒരു ക്രെഡിബിലിറ്റി ഉള്ള ചാനലിൽ നിന്നും താങ്കൾക്ക് തോന്നിയത്. ബിനുവിന് മാത്രമേ കൊടുക്കുള്ളൂ താങ്കൾ ഇന്റർവ്യൂ, അതും മനസ്സിലായി. അവിടെ നിൽക്കണ്ടേ താങ്കൾ? പക്ഷേ എന്നിട്ടൊരു പുസ്തകം എഴുതി. ഓക്കെ, പുസ്തകം രാകേഷ് കെ രാകേഷിനോട് പറഞ്ഞു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന്. രാകേഷ് പറഞ്ഞു പുറത്താക്കരുത്, അത് ബോംബാണെന്ന്. ശരി, അത് ആ ബോംബ് താങ്കൾ പൊട്ടിക്കാനായിട്ട് പുസ്തകം എഴുതി കഴിഞ്ഞു, പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ താങ്കൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഐസ്ക്രീം കുടിക്കുന്ന കുട്ടികൾക്കൊരു ക്രൈസ് ഉള്ളതുപോലെ താങ്കൾ ചാനലുകളിൽ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദിവസവും ഏഷ്യാനെറ്റിലെയും മറ്റ് 24-ലെയും റിപ്പോർട്ടറിലെയും മറ്റ് മനോരമയിലെയും മാതൃഭൂമിയുടെയും മറ്റ് ചാനലുകളുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ആഘോഷമായിരിക്കും. ബിനുവിനൊക്കെ വലിയ സന്തോഷമായിരിക്കും ഇതിങ്ങനെ പറഞ്ഞ് അവർ കാണുന്നത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇങ്ങനെ മുൻനിർത്തിയിട്ട് CPM-നെ എത്ര മാക്സിമം തെറി പറയാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാക്സിമം എങ്ങനെ കുറ്റം പറയാം എന്നുള്ളതാണ് അവർ എടുക്കുന്ന ഒരു നിലപാട്. ആ നിലപാടിൽ കുഞ്ഞികൃഷ്ണൻ വീണ് പോകരുത്. താങ്കൾക്കൊരു കുടുംബമുണ്ട്, താങ്കൾക്കൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, ചെറുമക്കളുണ്ട്. താങ്കൾ താമസിക്കുന്നത് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് താങ്കൾ ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല. താങ്കൾ 50 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും വിപ്ലവവും ഒക്കെ രക്തത്തിൽ മുഴുവൻ വിപ്ലവവും കിടക്കുന്നത് കൊണ്ടായിരിക്കാം 74-ാം വയസ്സിൽ ഇപ്പൊ പാർട്ടിയെ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് താങ്കൾ ഇറങ്ങുന്നത്. താങ്കൾ ആ ഇറക്കം താങ്കൾ പൊളിഞ്ഞു പോകും. MB രാഘവൻ ഇറങ്ങി, എവിടെ എത്തി? കൂത്തുപറമ്പ് വെടിവെപ്പും കാര്യങ്ങളുമായി CMP എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടിയിൽ ഒതുങ്ങി. ഗൗരിയമ്മ കലാപം ഉണ്ടാക്കി, എവിടെ എത്തി കേരളത്തിൽ? VS അച്യുതാനന്ദൻ കലാപമുണ്ടാക്കി. അവസാനം എങ്ങനെയാണ് VS അച്യുതാനന്ദൻ പാർട്ടിയിൽ ഒതുങ്ങിക്കൊടുത്ത് മരണത്തോടുകൂടി മാറിയതെന്നറിയാവോ? അതുപോലെ തന്നെ ഓരോരുത്തരും നിങ്ങൾ തോമസ് ഐസക്ക് വലിയ കലാപം ഉണ്ടാക്കി, 4-ാം ലോഹം എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കി. CP നാരായണനും എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് അകത്തുനിന്ന് കലാപമുണ്ടാക്കി രക്ഷിച്ചെടുക്കാന്ന് വിചാരിച്ചത് അത് താങ്കൾ പരാജയപ്പെട്ടപ്പോൾ താങ്കൾ പുറത്തുപോയി, അവർ പുറത്താക്കി. പുറത്തു വന്നതിന് ശേഷവും താങ്കൾ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് അത് സംഘർഷത്തിലേക്ക് തന്നെ പോകും. ഇത്ര പോലും ചൊറിയാതെ വേറൊരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണത്തിലാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അതുപോലെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള KT ജയകൃഷ്ണനെ കൊല്ലുന്നത് 58 വെട്ട് വെട്ടിയിട്ടാണ് കൊല്ലുന്നത്. അത് പിന്നെ ഈ വെട്ട് മാത്രമായിട്ടല്ല അത് പുറത്തു വന്നത്, വേറെ രൂപത്തിലാണ് ജനം പറഞ്ഞത്. പക്ഷെ 58 വെട്ട് വെട്ടിയാണ് കൊന്നത്. അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ സംഘർഷങ്ങൾ, എത്രയോ തല്ലുകൾ, എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നു. അതെല്ലാം കുറെയെല്ലാം ഈ പറയുന്ന പോലെ വൈരാഗ്യത്തിൻ്റെയും വ്യക്തിവൈരാഗ്യത്തിൻ്റെയൊക്കെയാണ്. പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ മനസ്സിലാക്കേണ്ടത് അവരെ നൈരന്തര്യം നിങ്ങൾ വേട്ടയാടിയാൽ വെറുതെ നിൽക്കുന്നവർ കൂടി, ഇതിൽ ചെന്നുപെടാത്തവർ കൂടി, ഇപ്പൊ മധുസൂദനന്റെ പിണിയാളികൾക്കും സംഘത്തിനും താങ്കളോട് ചിലപ്പോൾ ദേഷ്യമുണ്ടാകും, ചിലപ്പോൾ 100% ദേഷ്യം ഉണ്ടായിരിക്കും. പക്ഷേ വെറുതെ നിഷ്പക്ഷമായി നിൽക്കുന്ന പാർട്ടിക്കാർ കൂടി വിചാരിക്കും ഇയാൾ എന്താണ് ദിവസവും വന്ന് പാർട്ടിയെ ഇങ്ങനെ അപമതിപ്പുണ്ടാക്കുന്നത്. എതിരാളികളുടെ കോടാലിയായി, പ്രത്യേകിച്ച് ബൂർഷ്വാ മാധ്യമങ്ങളുടെ കോടാലിയായി നിന്നുകൊണ്ട് ദിവസവും എന്തിനാണ് പാർട്ടിയെ ഇങ്ങനെ അവമതിപ്പുണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരുന്ന സമയമല്ലേ? അപ്പൊ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഇത്രയും അവമതിപ്പുണ്ടാക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും താങ്കളുടെ ജീവനും സ്വത്തിനും താങ്കളുടെ കുടുംബത്തിനും വലിയ ഭീഷണി വരും. എനിക്കൊന്നും വരാനില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ വരാനുണ്ട് സഖാവേ. താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്കളുടെ കുടുംബത്തിനാണ് ഇല്ലാതാകുന്നു പോകുന്നത്. TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ രമ MLA ആയി, പക്ഷേ ചന്ദ്രശേഖരൻ എന്ന വ്യക്തി ഇല്ലാതായപ്പോൾ ഒരു ഭർത്താവാണ് ഇല്ലാതായത്, മകൻ അച്ഛനാണ് ഇല്ലാതായത്. അത് പറയാൻ നമുക്ക് എളുപ്പമാണ്, കേൾക്കാനും സുഖമുണ്ട്, ചാനലുകൾക്കെല്ലാം വലിയ സുഖമായിരിക്കും. കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷിയായാൽ വലിയ ആഘോഷമായിരിക്കും ചാനലുകൾ. പക്ഷേ കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തി പോയാൽ പ്രസ്ഥാനം നന്നാകുമെങ്കിൽ ഓക്കെ, കുഞ്ഞികൃഷ്ണൻ സഖാവേ നന്നാകാൻ എന്നുള്ള സാധ്യത
അത് വേറൊരു നൈരന്തര്യമല്ലേ, അത് വേറൊരു പ്രോസസ്സല്ലേ. അത് ഓക്കെ, കലാപമുണ്ടാക്കാം, അകത്തുണ്ടാക്കിയ കലാപം മനസ്സിലാകും. താങ്കൾ പുറത്തു പോയി കലാപം ഉണ്ടാക്കുന്നു മനസ്സിലാകും. പക്ഷേ അത് അതിർവരമ്പുകൾ ലംഘിച്ച് പോയാൽ അത് വല്ലാത്ത രൂപത്തിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലേക്ക് ദൈനംദിനം താങ്കളുടെ ചിന്തകളും ചർച്ചകളും ബൈറ്റുകളും പോയാൽ ഇത് ആവേശപ്പെടുത്താൻ ചാനലുകൾ ഉണ്ടാക്കും. പക്ഷേ ആവശ്യം വരുമ്പോൾ ആർക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല, നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കാനാകില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു ഉപദേശമൊന്നുമല്ല, ഒരു നിരീക്ഷണമാണ്. താങ്കൾ ഈ വിഷയം വിട്ടേക്കുക. താങ്കൾ പുസ്തകം എഴുതി, താങ്കൾ മറ്റെന്തെങ്കിലും ഏതെങ്കിലും പാർട്ടി ചേരുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ താങ്കളുടേതായ ഇനി ശിഷ്ടജീവിതം 74 വയസ്സായല്ലോ, ശിഷ്ടജീവിതം ഏത് തരത്തിൽ വേണോ താങ്കൾക്ക് കൊണ്ടുപോകാം. ആത്മീയമായി കൊണ്ടുപോകാം, ഭൗതികമായി കൊണ്ടുപോകാം, സാമൂഹ്യ പ്രവർത്തനം നടത്താം. ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്യാൻ പറ്റും. താങ്കൾ അല്ലാതെ ഇതിനകത്ത് വിപ്ലവം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പുറത്തു നിന്നുകൊണ്ട് നടത്തുന്നത് ശത്രുക്കളെ വല്ലാതെ സൃഷ്ടിക്കും എന്ന് മാത്രമല്ല, അത് താങ്കളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും ഇപ്പോഴേ ഉണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരുപാട് അപസ്വരങ്ങളൊക്കെ കേൾക്കുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെ വർഗവഞ്ചകനാണെന്നും കൊലം കുത്തിയാണെന്നും എതിരാളിയുടെ കോടാലിയാന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപമാണ് നടക്കുന്നത്. താങ്കളുടെ കുടുംബത്തിനും കിട്ടുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി ഭൗതികമായും കായികമായിട്ടുമൊക്കെ ശാരീരികമായിട്ടുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയരുത്. കാരണം ഇത് നിരന്തരം പറയുമ്പോൾ ഒരു ആദ്യത്തെ കാര്യത്തിൽ തന്നെ പ്രകോപിപ്പിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് കൂടെയാണ് CPM. നിരന്തരം പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രകോപനം ഉണ്ടാകും. അത് സംഘർഷത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെ സംഘർഷം നടന്നാൽ താങ്കൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. CMB പിന്നെ നമ്മുടെ KK രമയുടെ TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ഒരു RMB എങ്കിലും കൂടെ ഉണ്ടായിരുന്നു, കേസ് പറയാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ. താങ്കളുടെ കാര്യത്തിൽ അതുപോലുമില്ലല്ലോ. കുടുംബം മാത്രമാണുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കും, വരും, പറയും, കാര്യങ്ങൾ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവില്ലാതെ നഷ്ടപ്പെട്ടാൽ, മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അതിലേക്ക് പോകരുത്. നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ചാനലുകളിൽ ബൈറ്റ് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കണം. ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഞാൻ കണ്ണൂർക്കാരിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം എത്തിക്കാം. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്തും ഈ വീഡിയോ എത്തട്ടെ. നിങ്ങൾ ദയവായി ഇനി ഈ പരിപാടി മതിയാക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞു, സമൂഹത്തോട് പറയാനുള്ള നമ്മുടെ റോൾ കഴിഞ്ഞു. നമ്മൾ റോൾ കഴിഞ്ഞാൽ പിന്നെയും അവിടെ നിന്ന് ചവിട്ടി ചൊറിഞ്ഞ് ചെറിയ പുണ്ണിനെ ചെറിയ പിന്നെ ഇതിനെ നമ്മൾ പുണ്ണാക്കി വലുതാക്കിയാൽ അത് നഷ്ടം വരിക കുഞ്ഞികൃഷ്ണനായിരിക്കും. ഇപ്പോൾ ഒരാവേശം ഉണ്ടായിരിക്കും, ചാനലുകളും പത്രങ്ങളും മീഡിയകളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരാവേശം ഉണ്ടായിരിക്കും, എന്ത് വരാൻ, എന്നായാലും മരിച്ചു പോകില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനല്ല, സ്വാഭാവികമായി മരിച്ചു പോകുന്നതും ഇത്തരത്തിലുള്ള മരണവുമൊക്കെ വലിയ വ്യത്യാസമുണ്ട് സഖാവെ. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആ ഒരു സൂക്ഷിക്കലല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് വിട്ടേക്കുക. താങ്കൾ പുസ്തകവും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ താങ്കളുടെ ലോകത്തിലേക്ക് താങ്കൾ പോവുക.